കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട സക്കീർ ഹുസൈനെ വേട്ടയാടി പിടിക്കാൻ പിഴയ്ക്കാത്ത ലക്ഷ്യമുള്ള ബോംബെ ഹിറ്റ്മാൻമാരുടെ ഒരു ടീമിനെ അയച്ചിട്ടുണ്ട് രാമേട്ട ബലരാമൻ. ഹായ് ഗൈസ്, നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കൊടുങ്ങല്ലൂരുള്ള മിറാഷ് ട്രാവൽസിന്റെ ഒരു ബസ് പരിചയപ്പെടുന്നത്. മിറാഷ് ട്രാവൽസ് അശോക് ലൈലാൻഡ് ലിങ്ക് സ്മാർട്ട് ചേസിൽ ഓജസ്ന്ന് ബിൽഡ് ചെയ്ത് ഇറങ്ങിയിരിക്കുന്ന ഒരു പുതിയ ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇറങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ, ഒരു മാസത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ മിറാഷിന്റെ തനതായ ലുക്കിലാണ് ഈ ഒരു ബസ് ഇറങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ഫ്രണ്ട് ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഒരു അടിപൊളി കപ്പല്ല ലുക്കുള്ള കവളോടുകൂടിയാണ് ഈ ബസ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ബസ്സിന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടാലോ? അപ്പോൾ നമുക്ക് ബസ്സിന്റെ ഫ്രണ്ട് ലുക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മിറാഷിന്റെ എല്ലാ ബസ്സുകളും വളരെ വ്യത്യസ്തമായ ഒരു ലുക്കിൽ ഇറങ്ങിയിരിക്കുന്ന ബസ്സുകളാണ്. അതിനെ പിന്തുടർന്ന് തന്നെയാണ് ഈ ഒരു ബസ്സും. ഇത് നിങ്ങൾക്ക് ഫ്രണ്ട് ലുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, കുറച്ച് വിഡ്ത്ത് കൂടുതലായിരിക്കും ഈ ഒരു ബസ്. അവരുടെ എല്ലാ ബസ്സുകളും ഈ ഒരു മോഡലാണ് ഇവർ ഇറക്കാറുള്ളത്. അതേപോലെ തന്നെയാണ് പുതിയ ഓജസ് ഇറങ്ങിയിരിക്കുന്ന ബസ്സും ഇവർ ഇറക്കിയിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു സാറ്റ് ബിൽഡ് ചെയ്ത ബസ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഓജസ് ബോഡിയിൽ മിറാഷിന്റെ ഒരു ബസ് ഇറങ്ങുന്നത്. ഈ ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പേര് നോക്കാം. മിറാഷിന്റെ എല്ലാ ബസ്സുകൾക്കുള്ള ഒരു ഇവിടെ സ്ഥിരം ഫോണ്ടിൽ തന്നെയാണ് ഇവരുടെ പേര് കൊടുത്തിട്ടുള്ളത്. വോൾവോ ടൈപ്പ് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഫ്രണ്ട് കൗൾ ലുക്കിലേക്ക് വരുമ്പോൾ പ്രകാശിന്റെ കപ്പല്ല ലുക്കിലാണ് ഈ ഒരു കൗൾ ചെയ്തിട്ടുള്ളത്. എക്സാക്ട് കപ്പല്ല അല്ലെങ്കിലും ആ ഒരു ലുക്ക് വരുന്ന ഒരു കൗളാണ് ഇതിനകത്ത് ഓജസ് മിറാഷിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഓജസിന്റെ ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അശോക് ലൈലാൻഡ് ലിങ്ക്സ് സ്മാർട്ട് ചേസിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ എച്ച് സീരീസ് CRS 4 സിലിണ്ടർ എഞ്ചിനാണ് ലൈലാൻഡിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 147 HP പവറും 450 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 3839 ഇതിന്റെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ബസ്സിന്റെ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഇനി നമുക്ക് സൈഡ് ലുക്കും ബാക്ക് ലുക്കും കൂടെ നോക്കാം. അപ്പോൾ ഇവിടെ ഇതിന്റെ ഡ്രൈവർ ഡോർ വരുന്നുണ്ട്. ഇത്ര ഒരു വിഡ്ത്തുള്ള ഡോറാണ് വരുന്നത്. അതിനുശേഷം ഇതിന്റെ ടയേഴ്സ് 235/75R 17.5 സൈസുള്ള MRF ടയേഴ്സ് ആണ് ഇത് വെച്ചിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഇതിന്റെ ആഡ് ബ്ലൂ ടാങ്കിന്റെ ഓപ്പണിംഗ് ആണ് വരുന്നത്. 20 ലിറ്ററാണ് ഇതിന്റെ ആഡ് ബ്ലൂ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ ഡീസൽ ടാങ്കിന്റെ ഓപ്പണിംഗ് വരുന്നുണ്ട്. ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 115 ലിറ്ററാണ്. ശേഷം ഇവിടെ സ്പെയർ വീലിന്റെ ഓപ്പണിംഗ് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. ശേഷം ബാക്ക് വീൽ ടയേഴ്സ്, ഈ വീൽ ടയേഴ്സ് എല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഒരു വീൽ കപ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ആയിട്ട് ഒരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ഈ ഡിക്കി സ്പേസ് എന്ന് പറയുന്നത് ബാക്കിലെ ഡിക്കി ആയിട്ട് ഇന്റർ കണക്ട് ആയിട്ടുള്ള ഡിക്കി സ്പേസ് ആണ്. ഇതിന്റെ മുകളിലായിട്ടാണ് ഇതിന്റെ എമർജൻസി ഡോർ വരുന്നത്. അതുപോലെ ഇതിന്റെ ബാക്ക് വീല് എയർ സസ്പെൻഷനുള്ള വീലാണ്. ഇത് ചേസിന്റെ കൂടെ തന്നെ ലൈലാൻഡ് ലിങ്ക് സ്മാർട്ട് ചേസിന്റെ ഈ ഒരു സസ്പെൻഷൻ വെച്ചിട്ടുള്ള വീൽസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാത്ര കുറച്ചുകൂടെ ഒരു കംഫർട്ട് ആയിരിക്കും. പാസഞ്ചർ സൈഡിലായിട്ട് എടുത്ത ആദ്യത്തെ ഓപ്പണിംഗിൽ വരുന്നത് ഇതിന്റെ ബാറ്ററി ബോക്സ് ആണ്. 12 വോൾട്ടിന് 2 ബാറ്ററി വെച്ച് 24 വോൾട്ടാണ് ഇതിന്റെ ബാറ്ററിയുടെ പവർ വരുന്നത്. അതിനുശേഷം ഇവിടെ ഇതിന്റെ ഒരു വലിയൊരു ലഗേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത്ര സ്പേസിൽ നല്ല ഒരു ലഗേജ് ഏരിയ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ആയിട്ടും ഒരു ലഗേജ് ഏരിയ വരുന്നുണ്ട്. ഞാൻ നേരത്തെ അപ്പുറത്ത് പറഞ്ഞ പോലെ തന്നെ ബാക്കിലെ ഡിക്കിയായിട്ട് ഇന്റർ കണക്ട് ആയിട്ടുള്ള ലഗേജ് സ്പേസ് ആണ്. ഇതാണ് ഈ ഒരു സൈഡിലെ ലുക്ക്. ബാക്ക് ലുക്കിലേക്ക് വരാം. ബാക്ക് ലുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിന് മുമ്പ് കണ്ട് പരിചയമുള്ള ലുക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. മിറാഷിന്റെ കുറച്ച് വണ്ടികൾ തന്നെ ഇതുപോലെ ഇതേ സെയിം ബാക്കുള്ള ലുക്കുള്ള വണ്ടികളുണ്ട്. നമ്മുടെ സ്കാനിയയുടെ ഒരു ഏകദേശം സാദൃശ്യമുള്ള ഒരു കവളാണ് ഇതിന്റെ ബാക്കിൽ ചെയ്തിട്ടുള്ളത്. മിറാഷ് ട്രാവൽസിന്റെ പേരും സ്ഥലവും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓജസിന്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര ഒരു സ്പേസിൽ വരുന്നത് ഇതിന്റെ ഡിക്കി സ്പേസ് ആണ്. സൈഡ് ഡിക്കി ആയിട്ട് ഇന്റർ കണക്ട് ആയിട്ടുള്ള ഒരു വലിയൊരു ഡിക്കി സ്പേസ് ആണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. അതുപോലെ മിറാഷിന്റെ വണ്ടികളിൽ നിന്ന് എല്ലാ വണ്ടികളും വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം സ്ക്വയറിലുള്ള നമ്മുടെ ലൈറ്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി കുറച്ച് പുതിയ വണ്ടികൾക്കൊക്കെ വരുന്ന ടൈപ്പ് ലൈറ്റ്സ് ആണ്. അതുപോലെ താഴെയായിട്ട് സെൻസർ കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. അതുപോലെ വണ്ടിയുടെ നമ്പർ ഞാൻ പറഞ്ഞില്ല, KL 47M 7533 എന്നാണ് വണ്ടിയുടെ നമ്പർ വരുന്നത്. ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു ബാക്ക് ലുക്ക് വരുന്നത്. ഈ ബസ്സിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് 8300 mm ആണ്. അതുപോലെ ഇതിന്റെ വീൽ ബേസ് ഫ്രണ്ട് വീൽ സെന്റർ ടു ബാക്ക് വീൽ സെന്റർ വരുന്നത് 4200 mm ആണ്. മിറാഷിന്റെ ഇന്റീരിയർ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 2x2 ലേഔട്ടിൽ 27 പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ് ചെയ്തിട്ടുള്ളത്. യുണോ മിന്ത്രയുടെ സീറ്റുകളാണ് ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പോർഷനിൽ നിന്ന് റോഡ് കറക്റ്റ് വ്യൂ ആയിരിക്കും. കാരണം ഇതിന് ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ വരുന്നില്ല. മിറാഷിന്റെ എല്ലാ ബസ്സുകളും ഈ ഒരു ലുക്കിലാണ് ഇറക്കിയിട്ടുള്ളത്. ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ ഉണ്ടാവില്ല. ഡ്രൈവറും അതുപോലെ പാസഞ്ചേഴ്സും തമ്മിൽ നല്ല ഇന്ററാക്ഷൻ കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഇന്റീരിയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോയിൽ മുമ്പ് പരിചയപ്പെടുത്തിയ പോലെ തന്നെ പുതിയ ബോഡി കോഡ് പ്രകാരം ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഒരു സിസ്റ്റം ഇതിന് മുന്നേ മിറാഷ് കൊണ്ടുവന്നിട്ടുള്ള സംഭവമാണ്. ഒരു ബസ്സിനും ഈ ഒരു ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ വരുന്നില്ല. എല്ലാം ഫുള്ളി ഫ്രണ്ട് ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ പാസഞ്ചേഴ്സിന്
ഫ്രണ്ട് വ്യൂ നല്ല കിടലിനായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നോക്കാൻ നിങ്ങൾക്ക് കുഷൻ അടിച്ചിട്ട് ഒരു സീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ കുട്ടികളെ കിടത്താനായിട്ടും ഇരുത്താനായിട്ട്, അതുപോലെ വേണമെങ്കിൽ ഈ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നവർക്ക് പ്രായമാൾക്കാണെങ്കിൽ കുറച്ച് കാല് പൊക്കി വെക്കാനൊക്കെയുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു ഫ്രണ്ടിൽ ഒരു കുഷൻ അടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഓൾമോസ്റ്റ് എല്ലാ ബസ്സുകൾക്കും ഇങ്ങനത്തെ ഒരു കംഫർട്ട്, പാസഞ്ചേഴ്സിന്റെ ഒരു കംഫർട്ട് ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇതിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സീറ്റിന്റെ കംഫർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് റിക്ലൈനിങ് ആണ്. ഇതിന്റെ റിക്ലൈനിങ് ഏകദേശം ഇത്രയധികം റിക്ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരാൾക്ക് സുഖമായിട്ട് ഒരു സെമി സ്ലീപ്പർ കംഫർട്ടിൽ ഉറങ്ങാം കേട്ടോ. നല്ല റിക്ലൈനിങ് ആണ്, നല്ല ചരിവ് കൊടുത്തിട്ടുണ്ട് ഇതിന്. കൂടാതെ ഒരു സീറ്റിന്റെ രണ്ട് സൈഡിലായിട്ട് ആം സപ്പോർട്ട് വരുന്നുണ്ട്. ഫ്രണ്ടത്തെ സീറ്റിലായിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ, അതുപോലെ ലെഗ് സപ്പോർട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ് സീറ്റിന് കൊടുത്തിരിക്കുന്ന ഈ ഒരു ലെഗ് സ്പേസ് പറയുന്നത്. ഓൾറെഡി ഈ സീറ്റുകൾ കുറച്ച് കുഴിഞ്ഞിട്ടാണ്, ബാക്കിലേക്ക് കുറച്ച് കുഴിഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് കാല് അത്യാവശ്യം നീട്ടിയൊക്കെ രീതിയിൽ ഇതിൻ്റെ ഒരു സീറ്റുകൾ തമ്മിലുള്ള ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എത്ര നീളമുള്ള ആൾ ഇരുന്നാലും ഈ ഒരു ഇത്ര വരെ വരുള്ളൂ, സുഖമായിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ താഴത്തെ ലെഗ് സപ്പോർട്ട് രണ്ട് രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഇങ്ങനെ പൊക്കി വെക്കണമെങ്കിൽ ഇങ്ങനെ പൊക്കി വെക്കാം. അതുപോലെ കുറച്ച് നീട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാല് നീട്ടി വെക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ രണ്ട് രീതി നമുക്ക് ഈ ലെഗ് സപ്പോർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല കിളിപ്പച്ച കളറിലുള്ള കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഗ്ലാസ് ഒരു ഗ്രീൻ ടിൻറ്റഡ് കൊടുത്തിട്ടുള്ള ഗ്ലാസ്സുകളാണ്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇതിൻ്റെ മുകളിലെ AC വെൻ്റ്, റീഡിംഗ് ലാംപ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ക്ലസ്റ്ററായിട്ടൊരു ഫുൾ എത്രയും ഭാഗം ഒരു ക്ലസ്റ്ററായിട്ടാണ് ഇതിൻ്റെ ഒരു റീഡിംഗ് ലാംപ്സും AC വെൻ്റും ചെയ്തിട്ടുള്ളത്. 1, 2, 3 പടി കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലോറിലേക്ക് എത്താം. അത്രയധികം സ്റ്റെപ്പ് ഹൈറ്റ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഇതിൻ്റെ ബോണറ്റ് നോക്കുകയാണെങ്കിൽ കുഷൻ അടിച്ചിട്ട് നല്ല മനോഹരമാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് ഇതിൻ്റെ പുറത്ത് ഇരിക്കുകയും ചെയ്യാം. അത്ര രീതിയിലാണ് ഇതിൻ്റെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷനൊക്കെ ആ ഒരു ഡയമണ്ട് ക്ലോത്തിങ് വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സീറ്റ് വരുന്നുണ്ട്. നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിള്ളേരോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഇവിടെ ഇരിക്കത്തക്ക രീതിയിൽ ഇവിടെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് കാല് ഇങ്ങോട്ട് നീട്ടി വെക്കുകയും ചെയ്യാം. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്, ഡ്രൈവർ ക്യാബിൻ. ഡ്രൈവർ ക്യാബിനിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, ഇതിൻ്റെ ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ ഇല്ല. ഡ്രൈവറും പാസഞ്ചേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം വരത്തക്ക രീതിയിൽ, നല്ല ഇൻട്രാക്ഷൻ കിട്ടുന്ന രീതിയിൽ ഇതിൽ സെപ്പറേഷൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ മനോഹരമായിട്ട് ലേലൻ്റെ സ്റ്റിയറിംഗ് വീൽ കാണാം. വീൽ ബേസ് കുറഞ്ഞ വണ്ടിയാണെങ്കിലും നോർമൽ ആയിട്ടുള്ള സൈസിലുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഈ പോർഷനിലായിട്ട് ഇതിൻ്റെ പവർ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ CCTVയുടെ ഔട്ട്പുട്ട് മോണിറ്റർ കാണാം. ഇവിടെ ഒരു CCTV കൊടുത്തിട്ടുണ്ട്. അതിൽ ഗിയർ വരുന്നത് 6 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയറാണ് വരുന്നത്. ക്ലച്ചിൻ്റെ ഡയമീറ്റർ 330 mm ആണ് ഡയമീറ്റർ വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഇന്റീരിയർ ലൈറ്റുകളുടെയൊക്കെ സ്വിച്ചുകളുടെ ഒരു ബോർഡ്, 2 സ്വിച്ച് ബോർഡായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ മുകളിലായിട്ടും സ്റ്റീരിയോയുടെ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ആഷ് കളറിൽ, ഗ്ലോസി ആഷ് കളറിലാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഉയരമല്ല, നോർമൽ ആയിട്ടുള്ള ഹൈറ്റിലാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മിറാഷ് ട്രാവൽസിൻ്റെ ഫോഴ്സ് അർബാനി കൂടെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. 17 സീറ്റർ ലെങ്ത്തുള്ള അർബാനിയാണ്. അത് ഒരു 12 പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റാണ് ഇതിനകത്ത് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തെ ലുക്ക് നമുക്ക് നോക്കാം. 12 പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റാണ് വരുന്നത്. ഇത്രയധികം റിക്ലൈനിങ് ഈ ഒരു സീറ്റിന് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ തൈ സപ്പോർട്ട് കുറച്ച് ഇറങ്ങുന്ന അർബാനയെക്കാട്ടും കുറച്ചുകൂടെ ഒരു ലെങ്ത് കൂട്ടിയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ടിലായിട്ട് ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ലെഗ് സപ്പോർട്ട് കൂടെ ഇവർ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 സീറ്റുകൾ തമ്മിൽ നല്ലൊരു ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് സുഖമായിട്ട് കാല് നീട്ടി വെച്ചിരിക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇന്റീരിയറിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 12 പുഷ് ബാക്ക് സീറ്റ് കൂടാതെ ബാക്കിലായിട്ട് ഒരു 72 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു 2 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ് കൂടെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരാൾക്ക് സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാം. കൂടാതെ താഴെയായിട്ട് ബെഡിന്റെ താഴെയായിട്ടൊരു ഡിക്കി സ്പേസ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അർബാനിക്ക് നോർമലി ഈ ഒരു സൈഡിൽ ഇത്ര വലിയൊരു വിൻഡോ ആണ് വരുന്നത്. നമുക്ക് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലുള്ള വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ AC വെന്റ് വരുന്നുണ്ട്. റീഡിംഗ് ലാംപ്സ് ഓരോ സീറ്റിന്റെ മുകളിലായിട്ട് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ ക്യാബിനിൽ നോക്കിയാൽ ഫോഴ്സിന്റെ മനോഹരമായ സ്റ്റിയറിംഗ് വീല് കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഇതിന്റെ ഗിയർ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. 5 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയർ ആണ്. ഇവിടെ ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. ഇതിന്റെ ഇന്റീരിയർ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ, ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. CCTVന്റെ ഔട്ട്പുട്ട് അത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഇതിൻ്റെ ഒരു ക്യാബിൻ്റെ ലുക്ക് വരുന്നത്. അർബാനി എങ്ങനെയുണ്ട്? എല്ലാവർക്കും അർബാനി ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇതാണ് മിറാഷ് ട്രാവൽസിൻ്റെ ഫ്ലീറ്റിലേക്ക് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടികൾ. അപ്പോൾ ഈ 2 വണ്ടികളുടെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മിറാഷ് ട്രാവൽസിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ താഴെയും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ.